So we are going to the next theorem 12.11. അപ്പോൾ അടുത്ത തിയറം 12.11 ആണ്. അതിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ്. എ വെർട്ടെക്സ് വി ഈസ് എ ബൗണ്ടറി വെർട്ടെക്സ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി വി ഈസ് നോട്ട് ആൻ ഇൻറ്റീരിയർ വെർട്ടെക്സ് ഓഫ് ജി. അപ്പോൾ സിംപ്ലി ഇതാണ് പറയുന്നത്, ജി ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. എ വെർട്ടെക്സ് വി ഈസ് എ ബൗണ്ടറി വെർട്ടെക്സ് ഓഫ് ജി. ഒരു വെർട്ടെക്സ് വി എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന കണക്റ്റഡ് ഗ്രാഫിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് ആണെങ്കിൽ എന്തായിരിക്കത്തില്ല, അത് ജിയുടെ ഇൻറ്റീരിയർ വെർട്ടെക്സ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ വി ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ലെങ്കിൽ വി എന്തായിരിക്കും, ബൗണ്ടറി വെർട്ടെക്സ് ആയിരിക്കും. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ബൗണ്ടറി വെർട്ടെക്സ് ആണെങ്കിൽ അത് ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ല, ഇൻറ്റീരിയർ വെർട്ടെക്സ് ആണെങ്കിൽ അത് ബൗണ്ടറി വെർട്ടെക്സ് അല്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ബൗണ്ടറി വെർട്ടെക്സ് ആണെങ്കിൽ ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ല, ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ലെങ്കിൽ അതെന്തായിരിക്കും, ബൗണ്ടറി വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രൂഫിലേക്ക് പോകാം. പ്രൂഫ് ഇതാണ്: ലെറ്റ് വി ബി എ ബൗണ്ടറി വെർട്ടെക്സ് ഓഫ് ജി. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്, വി എന്ന് പറയുന്നത് ജിയുടെ ബൗണ്ടറി വെർട്ടെക്സ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സേ വി ഈസ് എ ബൗണ്ടറി വെർട്ടെക്സ് ഓഫ് ദ വെർട്ടെക്സ് യു. വി എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് ആണ്. അതായത് ജസ്റ്റ് ഡെഫിനിഷൻ, അതായത് ബൗണ്ടറി വെർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് ആകണമെങ്കിൽ, വി ആ ബൗണ്ടറി വെർട്ടെക്സ് ആകണമെങ്കിൽ ആ വി എന്ന് പറയുന്നത് ആ ഗ്രാഫിലെ വേറെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്രാഫിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് ആണെന്ന് പറയാൻ പറ്റൂ. സോ നമുക്ക് എന്ത് പറയാം, വി എന്ന് പറയുന്നത് ആ ഗ്രാഫിലെ ഏതോ ഒരു വെർട്ടെക്സ് ആയ യുവിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വി ബൗണ്ടറി വെർട്ടെക്സ് ഓഫ് ജി ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടത്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വി ഈസ് നോട്ട് ആൻ ഇൻറ്റീരിയർ വെർട്ടെക്സ്. വി എന്താകരുത്, ഇൻറ്റീരിയർ വെർട്ടെക്സ് ആകരുതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺട്രറി ആയിട്ട് എടുക്കുന്നു. അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ് വി ഈസ് ഓൾസോ ആൻ ഇൻറ്റീരിയർ വെർട്ടെക്സ് ഓഫ് ജി. വി എന്തെന്ന് എടുക്കുന്നു, ഇൻറ്റീരിയർ വെർട്ടെക്സ് ആണെന്ന് എടുക്കുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ എന്താണ് ഇൻറ്റീരിയർ വെർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആ ഇൻറ്റീരിയർ വെർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. വി ഇൻറ്റീരിയർ വെർട്ടെക്സ് ആണ്. വി ഇൻറ്റീരിയർ വെർട്ടെക്സ് ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എ വെർട്ടെക്സ് ഡബ്ല്യു. വേറെ ഏതോ ഒരു വെർട്ടെക്സ് ഡബ്ല്യു കാണും, ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം യു ആൻഡ് വി. യുയിന്നും വിയിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് ഡബ്ല്യു കാണും, സച്ച് ദാറ്റ് വി ലൈസ് ബിറ്റ്വീൻ യു ആൻഡ് ഡബ്ല്യു. വി യുവിൻ്റെയും ഡബ്ല്യുവിൻ്റെയും ഇടയിൽ ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻറ്റീരിയർ വെർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ വെച്ച് പറഞ്ഞതാ. ഓക്കെ, ലെറ്റ് P is equal to U is equal to V1, V2, etc. V is equal to VJ, VJ plus 1, etc. VK is equal to W എന്ന് പറയുന്നത് ഒരു യു വി പാത്താണ്. അപ്പോൾ നമ്മൾ യു വി പാത്ത് ഡിഫൈൻ ചെയ്തു. വെയർ 1 ലെസ് ദാൻ ജെ ലെസ് ദാൻ കെ. ഇവിടെ 1 ലെസ് ദാൻ ജെ ലെസ് ദാൻ കെ ആണ്. ഓക്കെ, നമ്മളൊരു യു വി പാത്ത് അങ്ങ് ഡിഫൈൻ ചെയ്തു. ഇനി വി ജെ പ്ലസ് 1 എലമെൻറ്റ് ഓഫ് നെയ്ബർ ഓഫ് വി. വി ജെ പ്ലസ് 1 എന്ന് പറയുന്നത് വിയുടെ നെയ്ബറാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു ആ യു വി പാത്തിൽ. ഡി ഓഫ് യു വി ജെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി പ്ലസ് ഡി ഓഫ് വി വി ജെ പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. നമുക്കറിയാം വി ജെ പ്ലസ് 1 നെയ്ബർ ഓഫ് വി, അതായത് സിംപ്ലി പറഞ്ഞാൽ വി ജെ പ്ലസ് 1ഉം വിയും അഡ്ജസൻറ്റ് വെർട്ടീസസ് ആണ്. അതായത് അവരുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡി ഓഫ് വി വി ജെ പ്ലസ് 1 എന്തെന്ന് പറയാം, 1 എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഓഫ് യു വി പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെന്ന് പറയാം, ഡി ഓഫ് യു വി ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഡി ഓഫ് യു വി പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. അതായത് ഡി ഓഫ് യു വി ജെ പ്ലസ് 1 എന്ന് പറയുന്നത് ഡി ഓഫ് യു വിയെക്കാട്ടി വലിയ ടേം ആണെന്ന് കിട്ടിയില്ലേ. ഡി ഓഫ് യു വി ജെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി ആണ്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം, ഓക്കെ, ഡി ഓഫ് യു വി ജെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി ആണെങ്കിൽ, ഡി ഓഫ് യു വി ജെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി ആണെങ്കിൽ നമുക്ക് എന്തറിയാം, അതാണ് ഞാനവിടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. വി ബൗണ്ടറി വെർട്ടെക്സ് ആയിരിക്കും യുവിൻ്റെ. വി ഫോർ വി ജെ പ്ലസ് 1 എലമെൻറ്റ് ഓഫ് നെയ്ബർ ഓഫ് വി. വി ജെ പ്ലസ് 1 നെയ്ബർ ഓഫ് വി ആണെങ്കിൽ ഡി ഓഫ് യു വി ജെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് വി ബൗണ്ടറി വെർട്ടെക്സ് എന്ന് നമുക്കറിയാം. ഇവിടെ എന്താ കിട്ടിയത്, ഡി ഓഫ് യു വി ജെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി എന്നാണ് നമുക്ക്
കിട്ടിയത്. അതായത് ഇവിടെ എന്ത് കിട്ടി? വി യുവിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് അല്ല എന്നാണ് കിട്ടിയത്. പക്ഷേങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? വി യുവിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് ആണെന്നല്ലേ. പക്ഷേ ഇവിടെ എന്താണ്? അല്ലെന്നാണ് കിട്ടിയത്. അപ്പം നമുക്ക് തെറ്റായിട്ടൊരു കാര്യം അവിടെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തെറ്റായിട്ടുള്ള കാര്യം ഏതാണ്? വി ഈസ് ആൻ ഇൻറ്റീരിയർ വെർട്ടെക്സ് ഓഫ് ജി. നമ്മൾ വി ഇൻറ്റീരിയർ വെർട്ടെക്സ് ആണെന്ന് എടുത്തത് കൊണ്ടാണ് ഇവിടെ വി എന്തല്ലെന്ന് കിട്ടിയത്? ബൗണ്ടറി വെർട്ടെക്സ് അല്ല എന്ന് കിട്ടിയത്. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കോൺട്രഡിക്ഷൻ കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? വി ഈസ് നോട്ട് ആൻ ഇൻറ്റീരിയർ വെർട്ടെക്സ് ഓഫ് ജി. അപ്പോൾ നമ്മൾ ഒരു പാർട്ട് പ്രൂവ് ചെയ്ത് എന്താണ്? വി ബൗണ്ടറി വെർട്ടെക്സ് ആണെങ്കിൽ വി എന്തല്ല? ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ല എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ കോൺവേഴ്സിലേക്ക് പോകാം. കോൺവേഴ്സ് പാർട്ടിൽ ഇതാണ് പറയുന്നത്. കോൺവേഴ്സിലി നമ്മൾ അസ്യൂം ചെയ്യുന്നു, അസ്യൂം ദാറ്റ് വി ഈസ് നോട്ട് ആൻ ഇൻറ്റീരിയർ വെർട്ടെക്സ് ഓഫ് ജി. വി ജിയുടെ ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ല. അങ്ങനെയാണ് നമുക്ക് എന്ത് തെളിയിക്കേണ്ടേ? ദെൻ ടു പ്രൂവ് എ വെർട്ടെക്സ് വി ഈസ് എ ബൗണ്ടറി വെർട്ടെക്സ് ഓഫ് ജി. വി എന്ന് പറയുന്നത് ജിയുടെ ബൗണ്ടറി വെർട്ടെക്സ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സിൻസ് വി ഈസ് നോട്ട് ആൻ ഇൻറ്റീരിയർ വെർട്ടെക്സ് ഓഫ് ജി, നമ്മൾ പറഞ്ഞു വി എന്ന് പറയുന്നത് ജിയുടെ ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ല. നമ്മൾ മുകളിൽ ഇൻറ്റീരിയർ വെർട്ടെക്സിൻ്റെ ഡെഫിനിഷനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദെയർ എക്സിസ്റ്റ് സം വെർട്ടെക്സ് യു സച്ച് ദാറ്റ് ഫോർ എവറി വെർട്ടെക്സ് ഡബ്ല്യു ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം യു ആൻഡ് വി ദ വെർട്ടെക്സ് വി ഡസ് നോട്ട് ലൈ ബിറ്റ്വീൻ യു ആൻഡ് ഡബ്ല്യു എന്ന് പറയാമല്ലോ. വി ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ലാത്തത് കൊണ്ട് വി ഡസ് നോട്ട് ലൈ ബിറ്റ്വീൻ യു ആൻഡ് ഡബ്ല്യു എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ആ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സ് എലമെൻറ്റ് ഓഫ് നെയ്ബർ ഓഫ് വി. എക്സ് എന്ന് പറയുന്ന വിയുടെ നെയ്ബറാണ്. ദെൻ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് നമുക്ക് എന്ത് പറയാം? ഡി ഓഫ് യു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി പ്ലസ് ഡി ഓഫ് വി എക്സ് എന്ന് പറയാമല്ലോ. നമുക്കിവിടെ എന്ത് കിട്ടി? ഡി ഓഫ് യു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി പ്ലസ് ഡി ഓഫ് വി എക്സ്. എക്സ് എന്ന് പറയുന്നത് വിയുടെ നെയ്ബറാണ്. അതായത് എക്സും വിയും അഡ്ജസൻറ്റ് വെർട്ടീസസ് ആണ്. അപ്പോൾ ഡി ഓഫ് വി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കത്തില്ലേ. സോ അതിനെ നമ്മൾ എഴുതിയ ഇക്വാളിറ്റിയെ നമുക്ക് എന്ത് എഴുതാം? ഡി ഓഫ് യു വി പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. ഡി ഓഫ് യു എക്സ് ഇസ് ഈക്വൽ ടു ഡി ഓഫ് യു വി പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി പറയുന്നത് സിൻസ് വി ഡസ് നോട്ട് ലൈ ബിറ്റ്വീൻ യു ആൻഡ് എക്സ്, നമ്മൾ എടുത്തായിരുന്നു വി എന്തല്ല? ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ലല്ലോ. അപ്പോൾ വി എന്തായിരിക്കത്തില്ല? വി ഡസ് നോട്ട് ലൈ ബിറ്റ്വീൻ യു ആൻഡ് എക്സ്. വി യുവിൻ്റെ എക്സിൻ്റെ ഇടയിൽ കാണില്ല. ദിസ് ഇൻഇക്വാളിറ്റി ഈസ് സ്ട്രിക്റ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻഇക്വാളിറ്റി സ്ട്രിക്റ്റ് ആണ്. അതായത് ലെസ് ദാൻ എന്ന് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ലെസ് ദാൻ എന്നേ വരത്തുള്ളൂ ഇൻഇക്വാളിറ്റിക്ക്. അവിടെ ഓൾറെഡി നമുക്ക് എന്താ കിട്ടി? ഡി ഓഫ് യു എക്സ് ഇസ് ഈക്വൽ ടു ഡി ഓഫ് യു വി പ്ലസ് 1 എന്ന് കിട്ടി. ഇനി അവിടെ ഇൻഇക്വാളിറ്റി സ്ട്രിക്റ്റ്, ദാറ്റ് ഈസ് ലെസ് ദാൻ. ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടു വന്നു, ഈക്വൽ സൈൻ വന്നു. അവിടെ ഇൻഇക്വാളിറ്റി സ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത്. ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ലാത്തതുകൊണ്ട് ഇൻഇക്വാളിറ്റി സ്ട്രിക്റ്റ്, ദാറ്റ് ഈസ് ലെസ് ദാൻ എന്ന്. ആൻഡ് സോ നമുക്ക് എന്ത് കിട്ടി? ഡി ഓഫ് യു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി എന്ന് കിട്ടി. ഓക്കെ, അതായത് അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? നമ്മൾ ബൗണ്ടറി വെർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചതാണ്. ഡി ഓഫ്, അതാണ് ഞാൻ അവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഡി ഓഫ് യു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി ആണെങ്കിൽ വി ബൗണ്ടറി വെർട്ടെക്സ് ഓഫ് യു എന്ന് പറയാം ഫോർ എക്സ് നെയ്ബർ ഓഫ് വി. അപ്പോൾ ഇവിടെ എക്സ് നെയ്ബർ ഓഫ് വി ആണ്. നമുക്ക് എന്ത് കിട്ടി? ഡി ഓഫ് യു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? ദാറ്റ് ഈസ് വി ഈസ് എ ബൗണ്ടറി വെർട്ടെക്സ് ഓഫ് യു. വി എന്ന് പറയുന്നത് യുവിൻ്റെ ബൗണ്ടറി വെർട്ടെക്സ് ആണെന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ വി ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ലെങ്കിൽ വി ബൗണ്ടറി വെർട്ടെക്സ് ആണെന്നും പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൂഫ്. ഇനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ തിയറം 12.11 ഈ മേളിൽ പഠിച്ച ഈ തിയറത്തിനകത്ത് നമ്മൾ എന്ത് പഠിച്ചത്? വി ബൗണ്ടറി വെർട്ടെക്സ് ആണെങ്കിൽ ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ല, ഇൻറ്റീരിയർ വെർട്ടെക്സ് അല്ലെങ്കിൽ ബൗണ്ടറി വെർട്ടെക്സ് ആണ്. ഓക്കെ, നമ്മൾ അവിടെ ഒരു എക്സാമ്പിൾ പഠിച്ചില്ലായിരുന്നോ? ഇൻറ്റീരിയർ വെർട്ടെക്സ് പറഞ്ഞെടുത്തൊരു എക്സാമ്പിൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ എക്സാമ്പിൾ നമുക്ക് പറയാം. നമുക്ക് ഈ എക്സാമ്പിളിനകത്ത് നമുക്ക് കിട്ടിയതായിരുന്നു വിയും എസും എക്സും എന്താണെന്ന് കിട്ടിയായിരുന്നു? ഇൻറ്റീരിയർ വെർട്ടെക്സ് ആണെന്ന് കിട്ടി. അപ്പം ഇത് ഒഴികെയുള്ള ബാക്കി വെർട്ടെക്സ് എന്തായിരിക്കും? ഇവിടുത്തെ ബൗണ്ടറി വെർട്ടസസ് ആയിരിക്കും. ഓക്കെ, ഇൻറ്റീരിയർ വെർട്ടെക്സ് എന്താവത്തില്ല? ബൗണ്ടറി ആവത്തില്ല. അപ്പം യു ഇസഡ് ഡബ്ല്യു വൈ എന്ന് പറയുന്ന അവിടുത്തെ എന്തായിരിക്കും? ബൗണ്ടറി വെർട്ടീസസ് ആയിരിക്കും. നമ്മൾ ഇത് നേരത്തെ നമ്മുടെ
ടെക്സ്റ്റിലെ പേജ് നമ്പർ 316 ഫിഗർ 12.12, അതായത് ബൗണ്ടറി വെർട്ടിസസ്, പെരിഫറൽ വെർട്ടിസസ്, എസെൻട്രിക് വെർട്ടിസസ് ഒക്കെ പറയുന്നിടത്ത് ഈ സെയിം ഗ്രാഫ് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവിടെ നമ്മൾ ബൗണ്ടറി വെർട്ടിസസ് പറയുന്നുണ്ടായിരുന്നു. യുവും ഇസഡും വൈയും ഡബ്ല്യു ആയിരുന്നു അവിടുത്തെ ബൗണ്ടറി വെർട്ടിസ് നമ്മൾ പറഞ്ഞത്. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. അതായത് ജസ്റ്റ് എന്തോ പറയുന്നത്, ഇൻറ്റീരിയർ വെർട്ടിസസ് അല്ലെങ്കിൽ അതെന്തായിരിക്കും, ബൗണ്ടറി വെർട്ടിസ് ആയിരിക്കും എന്ന് പറയുക. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ജനറലായിട്ടൊരു കാര്യമാണ്. അതാണ് ഞാൻ എക്സാമ്പിൾ ഒന്നുകൂടെ പറഞ്ഞത്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.